സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സൗണ്ടൊക്കെ മാറി, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇപ്പം എണീറ്റേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ICL കാണാൻ പോവാണ്, ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ലീഗ്. അപ്പോൾ നമ്മൾ അത് കാണാൻ പോവാണ്. ഈഗിള് മാച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് പോയി എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അവൻ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഞാനും ടുബോർഗും ആണ് പോകുന്നത്. സോ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമുക്ക് ഇന്നത്തെ വ്ളോഗ് അടിപൊളിയാക്കണം, ഉഷാറാക്കണം. സോ എണീറ്റേ ഉള്ളൂ ഗൈസ്. 10 മണിക്കെന്നാ പറഞ്ഞത്, പക്ഷെ ഇപ്പൊ സമയം 10 മണിയായി. എങ്ങനെ പോലെ ഒരു 11 മണിയൊക്കെ ആവുമായിരിക്കണം. നമ്മുടെ തൃപ്പുണിത്തറ വെച്ചിട്ടാണ് പരിപാടി. നമുക്ക് രാവിലത്തെ മീലും കഴിച്ചിട്ട് നേരെ പോവാം. സോ ഇന്ന് നമ്മളുടെ ഡയറ്റ് എന്തായാലും മിക്കവാറും പൊട്ടുമായിരിക്കും. പൊട്ടൂല, എന്നാലും ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കഴിക്കാം. കാരണം രാവിലത്തെ ഓക്കെയാണ്. ഉച്ചക്ക് ഇപ്പൊ എന്തായാലും നമുക്ക് മീല് പ്രിപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ടൈമില്ല. കുലപുരുഷൻ, ഞാനാണ് കുലപുരുഷൻ. അയ്യേ, ഞാൻ ക്ഷമിക്കണം. കുലസ്ത്രീയുടെ മറ്റൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഷേക്ക് റെഡി. Guys, how is my outfit? കല്യാണത്തിന് പോകുന്ന പോലെയൊക്കെയാണ് പോണേ. മുടി സെറ്റ് ചെയ്തിട്ട് തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടച്ചപ്പ് പരിപാടികളേ ഉള്ളൂ. ഓക്കെ, മോയ്സ്ചറൈസർ ഓൾറെഡി ഇട്ടു. സൺസ്ക്രീൻ, നമ്മുടെ ലിപ് ബാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഞാനിപ്പോൾ നേരെ പോയി ടുബോർഗിനെ വിളിക്കണം. അപ്പോൾ നേരെ ടുബോർഗിനെ പോയി വിളിച്ചിട്ട് നമുക്ക് നേരെ പരിപാടിയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ എത്തി. അപ്പോൾ ടുബോർഗ് ഇപ്പോൾ വരും. ടുബോർഗിനെ വിളിക്കാൻ പോകാൻ പറ്റില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ അവൻ ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. അപ്പോൾ അവൻ്റെ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ടുബോർഗ് വന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഗൈസ്, ഇവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ഇതേ ഫ്ലെക്സിൽ ഈകളൊക്കെ ഉണ്ടല്ലോ. അല്ല, ഈകളില്ല കേട്ടോ. അയ്യോ, അത് വേറെ ഫ്ലെക്സാണ്. ഇതോടെ പയ്യെ വന്ന് നിഞ്ചയിലൊക്കെ കാത്തുക. ഓ, ഏതാ കുറെ ആൾക്കാരുണ്ട്, നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മള് ഈഗിളിനെ കണ്ടിട്ട് നമുക്ക് ക്യാമറ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഷൈ ആയിരിക്കും. ശരി, ഒരു ഷൈ ഉണ്ടാവും. അതെ, കാലം തൊട്ട് കൊണ്ടാണോ? മറ്റേ ഇതാ അപ്പൊ നീ ഇറങ്ങാൻ പോണേ ഉള്ളൂ. ഓൺ ടൈമാ നമ്മള്. ഇതാരൊക്കെ എല്ലാരും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ പറവേല മുട്ട, നമ്മുടെ ഇതാരും വന്നേ ഉള്ളൂ, ഒന്ന് കയറിയേ ഉള്ളൂ. നമ്മളൊന്ന് സംസാരിച്ചൊന്ന് സെറ്റിലായിട്ട് ബാക്കി വീഡിയോ എടുക്കാം. എടാ, നീ എവിടെ ഉണ്ടോ കളിയാ? എവിടെ ഉണ്ടോ കളി നടക്കുന്നെടുത്താ? എവിടെ ഇരിക്കണേ?
അകത്തിരിപ്പുണ്ടോ? ബാക്കിലേക്ക് നോക്കി, ബാക്കിലേക്ക്. ഇവിടെ 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 ഇവിടെ. ഏതാ നമ്മൾ നോക്കിയപ്പോ ഒരു കോമാളി പയ്യ അവിടെ ഇരിപ്പുണ്ട് തലയിൽ. ഈ മാച്ചിന്റെ പേരെന്താണ്? IPL. CCL അല്ലേ? ഞാൻ ICL എന്നാണ് പറഞ്ഞത്, മാറി കേട്ടോ. ICL അല്ല, CCL എന്താ? CCL. പക്ഷെ വലിയ വെയിലില്ല, ഇവര് വലിയ ടയർഡാകത്തില്ല. വലിയ പേരില്ല. ഈ പയ്യനറിയോ? അവിടെ ബ്രോ പ്രാർത്ഥിക്കണം ഒരാൾ ഔട്ടാവൻ. ഒരാൾ ഔട്ടാൻ പ്രാർത്ഥിക്കണം. ഹലോ, നീ അടിക്കും നീ ഒരു 6 എങ്കിലും അടിക്കും, പേടിക്കണ്ട. ഗൈസ് ഇവിടെ പാച്ചൂസ്. ഹലോ പാച്ചൂസ്, ഒരു ഹൈ പറ. ഗൈസ് ദേവൂട്ടനുണ്ട്. ജോജി ബ്രോ എടാ 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 താഴെ ഇറങ്ങടാ. എന്താടാ കേറാൻ പോണോ? അളിയപ്പോയിട്ട് ഇളെ അളിയ പോയി അടിപൊളിയായിട്ട് കളിച്ചിട്ടാ. അനുഗ്രഹം വായിക്കുന്ന ഫസ്റ്റ് ബോൾ കേട്ടോ. അത് കണ്ടായിരുന്നോ? ലൈവ് എടുത്തോ. അതാരത്? ആരത്? ഔട്ടായ ആരടുത്തന്നെ വന്നോളൂ. ഇത് ആരടുത്തിരിക്കുന്നേ? ആരടുത്തിരിക്കുന്നേ? നീ വരുന്നു. അതെന്നാ ഞാൻ പറഞ്ഞില്ലേ, ഇവന് വണ്ടി കൊടുത്ത ഇതാണ് 3000 രൂപയുടെ ചെല്ലൻ. എടാ നീകളെ, നിനക്ക് ഇതുണ്ടാടാ? നിനക്ക് ശ്വാസം മുട്ടലുണ്ടാ? ഇത് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ. ശ്വാസം മുട്ടലുള്ളവരൊക്കെ സാധനമാണ് കാണാം. ഇത് ടൂബർ എടുത്ത് വെച്ച് നോക്കി. ഇത് ഈഗിളുടെ ആണ്. ഇത് അതൊന്ന് കാണിച്ചു കൊടുത്തേ. ചെറുതാണല്ലേ കളർഫുൾ ഇതുണ്ടോ? എടാ സോനു, ഇത് ആക്ച്വലി മുഖത്ത് നോക്കുന്നോളെ. അച്ഛൻ്റെ മുഖത്ത്. ഗൈസ്, അപ്പോൾ ഈഗിൾ ഔട്ടായതുകൊണ്ട് ഈഗിളിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിന് കൊടുക്കുകയാണ്, ഓപ്ഷന് വിൽക്കാൻ പോവാണ്. വെള്ള 2 ഗ്ലൗസ് ഉണ്ട്. അപ്പോൾ ഇത് എത്രയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന? എത്ര എമൗണ്ട്? ഇതിനൊരു ഒരു ഇതിൻ്റെ വില എത്രയാണ് പറഞ്ഞത്? ഇതിൻ്റെ വില 6000 ആണോ? 6000. അപ്പോഴത്തേക്ക് ഈഗിൾ യൂസ് ചെയ്തായതുകൊണ്ട് ഒരു 10,000 ഇല്ലേ? 12 രൂപ കൊടുക്കാം. 12 രൂപ കൊടുക്കാം. പിന്നെ ഇതെന്താ കളിയാ? ഇത് മാസ്ക് അല്ലേ കളിയാ? ചെറുതാണ്. അവന്റെ മൂക്കിന്റെ സൈസ് ചെറുതായോണ്ട് എല്ലാം കൂടി ഒരു 25,000 രൂപ. എല്ലാം കൂടി ഒരു 25,000 രൂപയ്ക്ക്. ഇതിപ്പോൾ ഈഗിളുടെ സാധനമാണ്. നമ്മളെല്ലാം കൂടി ഒരു 25,000 രൂപയ്ക്ക് ലാഭല്ലേ? സാധനം വേണ്ടുന്നവരെ DM ചെയ്യുക. ഓക്കെ. അളി എന്തായി എന്തായി ഇത് സെക്കൻഡ് ഹാഫ് നടക്കൂല. സെക്കൻഡ്. ഓ ഗൈസ്, മഴ
എന്താ പറഞ്ഞ S25 ഉള്ളതുകൊണ്ട് S25 ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് കളി കാണാൻ പറ്റി. ഇവിടെ നിന്ന് ഗ്രൗണ്ടിലോട്ട് നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന പോലും ഇല്ലായിരുന്നു. താങ്ക് യു ടുബോർക്ക് ഫോർ ദ S25 അൾട്രാ. താങ്ക് യു സോ മച്ച്. ഇത് മൂടുന്നു ഗൈസ്. മഴ വരുമ്പോഴത്തേക്കും പിച്ച് മൂടുന്നു. കാണിച്ചു കൊടുക്ക്. പിച്ച് മൂടുന്ന കേട്ടോ. അയ്യോ വിഷയം മഴ. ഓ വിഷയം മഴ. പിച്ച് മൂടിയിടുക. മൂടുന്നത് ലീഗിളുടെ ബോള്, ലീഗിളുടെ ബാറ്റ്. ഇത് 19,000 രൂപയുടെ വില. ഇതിന് എത്ര വില? 350. ഇപ്പൊ എന്തായാലും ഇത് ഈഗിൾ ഉപയോഗിച്ചുകൊണ്ട് 30,000. ഈഗിൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് 3,000 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നമ്മളിത് ലേലത്തില് പാഡ് തൊട്ട് ഹെൽമെറ്റ് വരെ. അതെ നമ്മളെല്ലാം സെയിലിട്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ നീ ഉപയോഗിച്ചാണ് 30,000 സെയിലിട്ടായിരുന്നു. ഒരു കുഴപ്പമൊന്നുമില്ല, വിശ്വസിക്കും. അത്ര ഞാനും പറയാം. ഞങ്ങള് എന്റെ ബോളറാ, എന്റെ പ്രാക്ടീസ് ബോളറാ. ഊമ്പി ഞാൻ വന്നിട്ട് എറിഞ്ഞു കൊടുത്തു രാവിലെ വന്ന്. നിന്നെ പോലെ സ്ഥിരോട് കുത്തിവെച്ചല്ല ഞങ്ങളൊക്കെ. അത് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇന്ന് സോനുവിൻ്റെ ചിലവാണ്. അപ്പോൾ ഞാൻ, സോനു, ജോജി ബ്രോ, ടുബോർഗ്, അവർക്കൊക്കെ അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി സെക്കൻഡ് ഹാഫാണ്. ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ബാക്കി മാച്ച് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ ഇയാളെ പരിചയപ്പെടുത്താം. ഇത് ഇവൻ്റെ പേരാണ് സോനു. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ പബ്ജിയൊക്കെ ഉള്ള സമയത്ത്, പബ്ജി മൊബൈലൊക്കെ ഉണ്ടായ സമയത്ത് നമ്മുടെ ലെവലെക്സിൽ നിന്ന് എടാ നീ ഏതായിരുന്നു? ഫൈനല് മറ്റേ മെയിൻ അങ്ങനെ വലിയൊരു പ്ലെയർ ആയിരുന്നു. ഇപ്പം നാട്ടിലൊരു മുറുക്കാൻ കടയുണ്ട്. അച്ഛനെ മുജിച്ച് ജീവിക്കുന്നു. അങ്ങനെ ഇപ്പം അങ്ങനെ പോകുന്നു ജീവിതം. ജോജി ബ്രോന്റെ പിന്നെ ഗൈസ്, ജോജി ബ്രോ ജോജി എവർലൈറ്റ്. ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ അങ്ങനത്തെ വെറും ലോക്കൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര പ്രൊഫഷണലാണ്, എക്സ്ട്രീം പ്രൊഫഷണൽ. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. കല്യാണം അല്ലെങ്കിൽ ഇൻഡോർ ഫോട്ടോഷൂട്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ മോഡൽ പരിപാടി ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ ഡയറ്റ് അങ്ങനെ തീരെ പൊട്ടിക്കാൻ പറ്റത്തില്ല. ഒരുപാട് തോന്നിയ ദിവസം പറഞ്ഞ കഴിവറ മോനെ. ഒറ്റ ബോളിൽ ഡക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. സോ നമ്മളിനി ബാക്കി മാച്ച് കാണാൻ പോവാണ്. എല്ലാവരും ഉണ്ട്. ഗൈസ്, നിങ്ങൾ ബോബ് കാർ കണ്ടോ? എക്സൽ കാറിൽ ഒറ്റയ്ക്ക് എക്സൽ കാറിൽ ഒറ്റയ്ക്ക് വരെ നീ ആറാ? നീ ബോഡി ഗാർഡ്സ് ഇല്ലാത്തോണ്ട് എന്റെ നെറ്റ്സ് എപ്പോഴാണ്? എനിക്കാണെങ്കിൽ അല്ല, നെറ്റ്സ് എനിക്ക് ട്രയൽ ചെയ്യണം ഒന്ന്. നമ്മൾ അടുത്ത സെക്കൻഡ് ഹാഫാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവരും ഉണ്ട് അവിടെ. മഴയൊക്കെ മാറി ഓക്കെയാണ്. ബൂട്ടാ അവർ കാണിച്ച ബൂട്ടാ സ്ക്രീൻ ഉണ്ടോ? സ്ക്രീൻ ഉണ്ടല്ലേ സോനു? ഇങ്ങനത്തെ കളിയൊക്കെ വരുമ്പോണ്ടല്ലോ ലാസ്റ്റ് 2 ദിവസം പോയി പോരാ. കുറച്ച് ദിവസം മുമ്പൊക്കെ കളിച്ചും ദേഹം അനങ്ങൊക്കെ ഇരിക്കണം. സ്ട്രീമും ചെയ്ത് അവിടെ കിടപ്പോ അളിയ ശരിക്കും നമ്മൾ എത്ര ഇരിക്കല്ലേ? അനങ്ങാതെ അനങ്ങിപ്പോ സൈഡിൽ നല്ല മഴയാണ്, ശിഷ്യ മഴ. ഇതിപ്പം രണ്ടാമത്തെ മഴ. ഫസ്റ്റ് ഹാഫിൽ അവസാന മഴ, സെക്കൻഡ് ഹാഫിൽ അവസാന മഴ. കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മഴ.
അങ്ങനെ ഗൈസ് ഗെയിമിങ്ങിൻ്റെ ക്രൂഷ്യൽ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും അടുത്ത മഴ. സോ ഇനി കളി ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കുറവാണ്, കാരണം അത്രയ്ക്കും മഴ പെയ്ത് ഗ്രൗണ്ട് ഫുള്ള് വെള്ളമായിരുന്നു. അങ്ങനെ വിന്നിങ് ചാൻസ് കൂടുതലുള്ള ടീമിനെ വിന്നറായിട്ട് അവർ പ്രഖ്യാപിച്ചു. ഇവിടെ അവരുടെ സെലിബ്രേഷനും പരിപാടിയൊക്കെ നടക്കുകയാണ്. എന്തായാലും ഈഗിളിൻ്റെ ടീം അങ്ങനെ ജയിച്ചു. ആൻഡ് ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞു. ആൻഡ് ഈ ക്രിക്കറ്റിൻ്റെ ഫുള്ള് ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഫുൾ മാച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മളിനി നേരെ ഇറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്ന പരിപാടിയാണ്. ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ഈഗിളെടുത്ത് ചോദിക്കണം. ഏതാ അല്ലേ ഗൈസ്? അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ പരിപാടി ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈഗിളിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ്. ബൈ ഗൈസ്, ബൈ പോയിട്ടോ, ബൈ ബൈ. ശരി അപ്പോൾ ഗൈസ്, ബൈ ബൈ, സീ ബൈ. ഒന്ന് വീഡിയോ എൻഡ് ചെയ്യോ? അങ്ങനെ ജയിച്ചിരിക്കുന്നു. ജയിച്ചു നമ്മൾ. പക്ഷേ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. അതെനിക്ക് നല്ല വിഷമമുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തല്ലേ. അടുത്ത മാച്ച് 3-ാം തീയതി ഉണ്ട്. 3-ാം തീയതി 4-ാം തീയതി ഉണ്ട്. 2-3 മാച്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതില് എന്റെ വിക്കറ്റ് എടുത്ത ആള് പുറകെ കൂടെ നടന്നു വരുന്നുണ്ടോ. പുള്ളിയാണ് ഈഗിളിന്റെ വിക്കറ്റ് എടുത്തത്. മറ്റേ ചന്ദ്രമഴയിലെ ഓക്കെ ഫാൻസ്. ഓക്കെ ഓക്കെ, താങ്ക്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കൊച്ചു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യാണ് വ്ളോഗ്. ബൈക്ക് കൊടുക്കാണ്ട് 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപയ്ക്ക് ടുബോർക്ക് ഉപയോഗിച്ച ബൈക്കാണ് കൊടുക്കാനുള്ളത്. ഇത്രയും വലിയ തുരുമ്പ് കേരളത്തിൽ പോലും ഇല്ല. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, ലവ് യു.